മൂന്നാമത്തെ ചോദ്യം. ജനറലൈസ്ഡ് പീജിയൻ ഹോൾ പ്രിൻസിപ്പിൾ തന്നെ എല്ലാ സമയത്തും ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേഗം ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാം, അതിൽ പ്രശ്നങ്ങളില്ല. നോക്കൂ എന്താണ് വരിക. മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ടു ബി ഷുവർ ദാറ്റ് 3 of them were born in the same month. 3 പേര് ഒരേ മാസത്തിൽ ജനിച്ച ആളുകളാവാനുള്ള മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? ഇതിലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴേ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു മാസത്തിൽ 3 പേര് ജനിക്കുക എന്ന് പറഞ്ഞാൽ 3 ആളുണ്ടായ പോരെ? ആ 3 ആളും ജനുവരിയിൽ തന്നെ ജനിച്ചാൽ നമ്മുടെ ആൻസർ ആയില്ലേ? ആണ്, ശരിയാണ്, സംഭവം ശരിയാണ്. 3 ആളുണ്ടെങ്കിൽ 3 ആളും ജനുവരിയിലാണ് ജനിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ഫെബ്രുവരിയിലാണ് ജനിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ഏത് മാസത്തിലാണ് ജനിക്കുന്നത് നോക്കുക. ആ മാസത്തിൽ ജനിച്ചാൽ എന്ത് പറയാം? നമുക്ക് 3 പേര് ഒരു മാസത്തിലാണ് ജനിച്ചതെന്ന് പറയാം. അവിടെ നമ്മൾ എന്താ ആൻസർ പറയുമ്പോൾ എങ്ങനെ പറഞ്ഞത്? 3 ആളും ഒരു മാസത്തിൽ തന്നെ ജനിച്ചാൽ നമുക്ക് പറയാം അത് 3 പേര് മതി. പക്ഷേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? അങ്ങനെ എല്ലാ കേസിലും 3 ആള് ഒരു മാസത്തിൽ ജനിക്കും എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റില്ല, അല്ലേ? പക്ഷെ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ആൻസറിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ 3 ആള് ഒരു മാസത്തിൽ തന്നെയാണ് ജനിച്ചിരിക്കുന്നത് എന്നുള്ളത്? അതെന്തായാലും പറയാൻ പറ്റും. അത് നിർബന്ധമായിട്ടും നമുക്ക് പറയാൻ പറ്റും. ഇത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ റൂൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന നമ്പർ മിനിമം ഷുവറാണ്. അതിൽ ഇനി ആര് ഏതൊക്കെ മാസത്തിൽ ജനിച്ചാലും നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം. യെസ്. അപ്പോൾ നോക്കേണ്ടത് ഇവിടെ എന്താണ്? എത്ര പീജിയൻ ഹോൾസ് ഉണ്ട് നോക്കാം. എത്ര പീജിയൻ ഹോൾസ് ഉണ്ട്? അത് മന്ത്സ് ആണ്. ഇവിടുത്തെ മന്ത്സ് n is equal to 12 അല്ലേ? ഇനി അറ്റ്ലീസ്റ്റ് 1 മന്ത് എത്ര പേര് ജനിച്ചിരിക്കണം എന്നാണ് പറഞ്ഞത്? 3 പേര്. k+1 3 ആണ്. k എന്ന് പറഞ്ഞാൽ 2 ആയി. നമുക്ക് വേണ്ടത് പീജിയൻസിന്റെ എണ്ണമാണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണമാണ്. അത് kn+1 ആയിരിക്കും. ദാറ്റ് ഇസ് 2 into n എന്ന് പറഞ്ഞാൽ 12 + 1 25 is the answer. 25 is the answer. കാരണം നമുക്ക് മാക്സിമം എല്ലാവരും ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള മന്തിൽ ജനിക്കുന്നു എന്ന് പറഞ്ഞാലും മാക്സിമം 12 കുട്ടികളെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള മാസങ്ങളിലാണ് ജനിച്ചത്. എത്ര കുട്ടികളെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും? അങ്ങനെ 12 കുട്ടികളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ? 12 മാസങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ, അല്ലേ? ഇനിയും വേറെ മാക്സിമം നിങ്ങൾക്ക് എത്ര സെലക്ട് ചെയ്യാം? ഒരു 12 കുട്ടിയെയും കൂടെ സെലക്ട് ചെയ്യാം. അവരും ഈ പറഞ്ഞ പോലെ ഒരേ മാസത്തിൽ ജനിച്ച ആളുകളായിരിക്കും. അപ്പൊ ആദ്യത്തെ 12-ൽ വേറൊരു 12 കൂടെ നമ്മൾ കൊടുത്തു. അപ്പോൾ ഒരു മാസത്തിൽ ഇപ്പൊ 2 പേരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മാസത്തിൽ നമ്മൾ 2 പേരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 24 ആയി. ഇനി 25-ാമനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 25-ാമൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു മാസമായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക, അല്ലെ? ഇപ്പൊ എല്ലാ മാസത്തിലും 2 പേരുണ്ട്. ഒരാളെയും കൂടെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ആ പ്ലേസ് ചെയ്യുന്ന മാസത്തിൽ 3 പേരായില്ലേ? അതാണ് നമ്മുടെ ആൻസർ. സംഭവം പിടികിട്ടിയോ? അടുത്ത് നോക്കാം. The minimum number of students required in a class to be sure that at least 6 will receive the same grade if there are 5 possible grades. ഒരു ക്ലാസ്സിൽ 5 ഗ്രേഡുകൾ കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അതിൽ 6 ഗ്രേഡ് ഒരാൾക്ക് കിട്ടുന്നു എന്നുള്ള രീതിയിൽ ക്ലാസ് ടു ബി അറ്റ്ലീസ്റ്റ് 6 will receive the same grade. 6 പേർക്ക് ഒരേ ഗ്രേഡ് കിട്ടാൻ എത്ര ആളുകൾ മിനിമം വേണം എന്നാണ് ചോദ്യം. 6 പേർക്ക് സെയിം ഗ്രേഡ് കിട്ടാൻ മിനിമം എത്ര ആൾ വേണം? 26 വേണം എന്നാണ് പറയുന്നത്. ശരിയാണ്, അല്ലേ? 26 വേണം. കാരണം ഇവിടെ n പീജിയൻ ഹാൾ എത്ര എണ്ണമാണ്? 5, അല്ലേ? 5 പോസിബിൾ ഗ്രേഡ്സ് ആണുള്ളത്. ഇനി നമുക്ക് അറ്റ്ലീസ്റ്റ് എത്ര പേര് വേണം ഒരു ഗ്രേഡുമായിട്ട്? 6 പേര് വേണം. അപ്പൊ k എന്ന് പറഞ്ഞാൽ 5. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് kn+1. That is equal to 5 into 5 plus 1. It is 26. ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻ ഇല്ല, ക്ലിയർ ആണിത്. ഒന്നും കൂടെ മൂന്നാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 3. ലെറ്റ് എസ് സബ്സെറ്റ് ഓഫ് z പ്ലസ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിന്റെ ഒരു സെറ്റ് ആണ് എസ്. ആ എസിൽ 37 എലമെന്റ്സ് ഉണ്ട്. ഇത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എസ് ആണ് കേട്ടോ ഈ കാണുന്നത്. നമ്പർ ഓഫ് എലമെന്റ്സ് അറിയുണ്ടാവുമല്ലോ, അല്ലെ? നമ്പർ ഓഫ് എലമെന്റ്സ്
ഇൻ എസ്. അതിനെയാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? മോഡ് എസ് എന്ന് എഴുതുന്നത് കേട്ടോ. അത് 37 ആണ് തന്നിട്ടുണ്ട്. Then the number of integers in S that have the same remainder upon division by 36. 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര നമ്പേഴ്സിന് സെയിം റിമൈൻഡർ ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. ഈ 37 നമ്പറുകളെ 36 എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര നമ്പേഴ്സിന് സെയിം റിമൈൻഡർ ഉണ്ടാവും? എത്ര നമ്പേഴ്സിന് സെയിം റിമൈൻഡർ ഉണ്ടാവും? റിമൈൻഡർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ശിഷ്ടം അല്ലെ? റിമൈൻഡർ നമ്മളൊരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള ശിഷ്ടം ഏത് നമ്പറുമായിട്ട് കണക്റ്റഡ് ആണ്? നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഡിവൈസറുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ? ഇപ്പൊ 4 എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് നിങ്ങൾ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാന്ന് വിചാരിക്കും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയാ? 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 റിമൈൻഡർ കിട്ടുക, ശിഷ്ടം ഉണ്ടാവില്ല. ഇനി 5 ആണെങ്കിൽ 1 കിട്ടും, 6 ആണെങ്കിൽ 2 കിട്ടും, 7 ആണെങ്കിൽ 3 കിട്ടും, 8 ആണെങ്കിൽ വീണ്ടും 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 0 വരും. അപ്പൊ റിമൈൻഡേഴ്സ് വെൻ ഡിവൈഡഡ് ബൈ 4 is 0, 1, 2 and 3. ഓക്കെ, ഇതാണ് ബേസിക് ഐഡിയ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 36 എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള റിമൈൻഡേഴ്സ് ഏതൊക്കെയാ? 0 മുതൽ 35 വരെയുള്ള ഇൻഡിജേഴ്സ് ആണ് കിട്ടുക. 0 മുതൽ 35 വരെയുള്ള ഇൻഡിജേഴ്സ് ആണ് നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുക. ശരിയല്ലേ? ഓക്കെ, യെസ്. അപ്പൊ എത്ര റിമൈൻഡേഴ്സ് ആയി ടോട്ടൽ? 36 റിമൈൻഡേഴ്സ് ആയി. ടോട്ടൽ 36 റിമൈൻഡേഴ്സ് ആയി. ഇനി നോക്കൂ, 37 ഇൻഡിജറുകൾ നമ്മുടെ കയ്യിലുണ്ട്. 37 ഇൻഡിജറുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡിജറാ. സെറ്റ് അല്ലേ? സെറ്റിനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമേ നമ്മൾ എഴുതുള്ളൂ. 37 ഇൻഡിജറുകൾ ഉണ്ട്. നമ്മുടെ ആകെയുള്ള റിമൈൻഡർ 36 ആണ്. 36 എണ്ണമാണ് നമ്മുടെ റിമൈൻഡർ ഉള്ളത്. 0 മുതൽ 0 മുതൽ 35 വരെ. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഒരു പ്രിൻസിപ്പിളോ ഒരു ലോയോ ഒരു ഇക്വേഷനോ ഒന്നും വേണ്ട, നമുക്ക് ആൻസർ എത്രയും പറയാം. നമ്മുടെ 37 നമ്പറുകളുണ്ട്. ആ 37 നമ്പറുകളും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള നമ്പറുകളാണ്. 37 നമ്പറിനെ നമുക്ക് 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 36 റിമൈൻഡറുകളും കിട്ടുന്നുണ്ടോ വിചാരിക്കും. സെപ്പറേറ്റ് ആയിട്ട് എല്ലാ ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ പോസിബിലിറ്റി നോക്കുക. നമ്മൾ 36 റിമൈൻഡറും കിട്ടുന്നുണ്ട്. 0 കിട്ടുന്നുണ്ട്, 1 കിട്ടുന്നുണ്ട്, 2 കിട്ടുന്നുണ്ട്, 3 കിട്ടുന്നുണ്ട്, എക്സെട്ര അപ് ടു 35 വരെയുള്ള റിമൈൻഡർ കിട്ടുന്നുണ്ട്. 36 നമ്പറുകളെ നമ്മൾ അപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ. 36 നമ്പറിനെ ഈ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ നമ്പറിനും സെപ്പറേറ്റ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റിമൈൻഡേഴ്സ് കിട്ടിയെങ്കിൽ 36 നമ്പറുകൾ നമുക്ക് കാണാം. ഇനി നമ്മുടെ ഒരു നമ്പർ കൂടി ഇല്ലേ? 37ാമത്തെ നമ്പർ കൂടി ഉണ്ട്. ആ നമ്പർ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഈ പറയുന്ന 36 നമ്പറുകൾ ഏതെങ്കിലും ഒന്നായിരിക്കും. 0, 1, 2, അവസാനം 35 ഏതെങ്കിലും ഒന്നായിരിക്കും അല്ലേ? അപ്പോ സെയിം റിമൈൻഡർ വരുന്ന മിനിമം എത്ര നമ്പറുകൾ ഉണ്ടാവും? 2 നമ്പറുകൾ ഉണ്ടാവും. സെയിം റിമൈൻഡർ വരുന്ന മിനിമം എത്ര നമ്പറുകൾ ഉണ്ടാവും? 2 നമ്പറുകൾ ഉണ്ടാവും. പിടികിട്ടോ? ഇവിടെ ജനറലൈസ്ഡ് പ്രിൻസിപ്പിൾ അല്ല, ഡയറക്റ്റാ നമ്മൾ ഉപയോഗിക്കുന്നത്. വി ഹാവ് പീജിയൻ ഹോൾസിന്റെ എണ്ണം നോക്കൂ. പീജിയൻ ഹോൾസ് എത്രയാ? 36. ഇത് റിമൈൻഡേഴ്സ് ആണ് കേട്ടോ. റിമൈൻഡേഴ്സ് 0, 1, 2 എക്സെട്ര അപ് ടു 35. ഇതാണ് പീജിയൻ ഹോൾസ് എന്ന് പറയുന്നത്. ഇനി പീജിയൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 37 നമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻഡിജേഴ്സ് അല്ലെ? അപ്പോൾ ഇവിടെ എന്ത് കൂടുതലാണ്? പീജിയൻസിന്റെ എണ്ണം പീജിയൻ ഹോൾസിനേക്കാൾ കൂടുതലാണ്. ഈ 37 പേരെ നമുക്ക് 36 പേരെ ആദ്യം ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോ ബോക്സിലും ഫില്ല് ചെയ്യാം. ബാലൻസ് വരുന്ന ഒരാളെ ഈ കാണുന്ന 36 ബോക്സിൽ ഏതെങ്കിലും ഒരു ബോക്സിലായിരിക്കും ഫില്ല് ചെയ്യുക. ദെർഫോർ അറ്റ്ലീസ്റ്റ് 2 have the same remainder. രണ്ടെണ്ണത്തിന് ഒരേ റിമൈൻഡർ കാണും. അറ്റ്ലീസ്റ്റ് 2 have the same remainder. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഇൻ എ കോഴ്സ് the professor gives 5 grades. ഒരു കോഴ്സിൽ പ്രൊഫസർ കൊടുക്കുന്നത് 5 ഗ്രേഡുകളാണ്. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് റിക്വയർഡ് ദാറ്റ്
required so that 4 of them guaranteed to get the same grade. 4 പേർക്ക് ഒരേ ഗ്രേഡ് കിട്ടുന്നു എന്ന ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ മിനിമം എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് വേണം? എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് വേണം? 16 സ്റ്റുഡൻസ് വേണം. 5 ഗ്രേഡ്സ്, n ഈക്വൽ ടു 5. മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം 4. അറ്റ്ലീസ്റ്റ് സ്റ്റുഡൻസിന്റെ എണ്ണം 4. ഫ്രം ദിസ് k is 3. സ്റ്റുഡൻസിന്റെ എണ്ണം nk plus 1. 3 into 5 plus 1 is 16. 16 സ്റ്റുഡൻസ് മിനിമം വേണം to assure or to guarantee 4 grades. 4 of them get the same grade. Okay, option C ആണ് ആൻസർ. അടുത്ത നോക്കുക, അഞ്ചാമത്തെ ചോദ്യം. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 367 people, at least how many people must share the same birthday? 367 ആളുകളുണ്ട്. അതിൽ എത്ര പേർക്ക് സെയിം ബർത്ത്ഡേ വരും എന്നാണ് ചോദ്യം. ബർത്ത്ഡേ സെയിം ആയിട്ട് വരുന്ന ഡേ ആണ്. എത്ര പേര് ബർത്ത്ഡേ സെയിം ആയിട്ട് വരുന്ന എത്ര പേരുണ്ടാവും? രണ്ടുപേര് അല്ലേ? രണ്ടാളുകൾ. 365 ദിവസമാണ് നമുക്കുള്ളത്. 365 എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, 365. 366 ആളുകളുണ്ട് അല്ലേ? അപ്പോൾ ഒരാള് ഈ പറഞ്ഞ 365 ദിവസങ്ങളിൽ ഏതോ ഒരു ദിവസം ജനിച്ച ആളായിരിക്കും. ഓപ്ഷൻ ഇസ് ബി. ആൻസർ ഇസ് 2. എക്സ്പ്ലനേഷൻ വേണ്ട കാര്യമില്ലല്ലോ, ഉണ്ടോ? 365 ദിവസമാണ് ആകെ ഉള്ളത്. 365 ഡേയ്സ്. നമുക്ക് ടോട്ടൽ 367 പീപ്പിൾ ഉണ്ട്. അപ്പോൾ ഒരാൾ, ഈ 365 ആളുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേറ്റിൽ ജനിച്ച ആളുകളാണെങ്കിൽ കൂടി 367ാമത്തെ ആളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അയാൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ജനിച്ചിട്ടുണ്ടാവും. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഈസിയാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. റൈറ്റ്, ശരി. അപ്പോൾ ഇതാണ് പീജിയൻ ഹോൾ പ്രിൻസിപ്പിൾ. അതിന്റെ ജനറലൈസേഷൻ പ്രോസസ്സും ആ പ്രിൻസിപ്പിളും യൂസ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ, മാത്നി ലേണിംഗ് ആപ്പിൽ നമ്മൾ HST മാത്തമാറ്റിക്സിന്റെ ഓൺലൈൻ കോഴ്സ്, ലോങ് ടേം കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ്. ഈ ഓഗസ്റ്റ് 1-ാം തീയതി മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു ലിങ്ക്, വീഡിയോയുടെ താഴെ നമ്മൾ ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ ആപ്പിന്റെ ലിങ്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ 26-ാം തീയതി, ഈ മാസം 26-ാം തീയതിക്ക് മുമ്പ് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഓഫർ ഉണ്ട്. ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. 7,999 രൂപയാണ് നമ്മുടെ ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ നമ്പറിൽ, നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8943921124 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ നിങ്ങൾക്ക് സീറ്റുകളും ബാക്കി ഡീറ്റെയിൽസും അറിയാം. അതുപോലെ തന്നെ നമ്മൾ ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പുതിയ കോഴ്സുകളാണ് സെറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലോങ് ടേം ബാച്ച്. ഓഗസ്റ്റ് 10-ാം തീയതി തുടങ്ങും. അതുപോലെ തന്നെ സെറ്റ് എക്കണോമിക്സിന്റെ ലോങ് ടേം ബാച്ച്, അതും ഓഗസ്റ്റ് 10-ാം തീയതി ആരംഭിക്കുന്നുണ്ട്. ഇതിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കാൻ നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെറ്റ് മാത്തമാറ്റിക്സിന്റെ ബാച്ചും ഓൺലൈൻ ആയിട്ടുള്ള ബാച്ചും നമ്മൾ ഓഗസ്റ്റ് 10-ന് തുടങ്ങും. കൊമേഴ്സിന്റെ ബാച്ചും, സെറ്റ് കൊമേഴ്സിന്റെ ബാച്ചും ഓഗസ്റ്റ് 10-ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെറ്റ് എക്സാം എഴുതുക എന്നുള്ളത് നിങ്ങളുടെ ഒരു അംബീഷൻ ആണെങ്കിൽ, ഒരു ലക്ഷ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ, ഈ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളിലൂടെ പഠിച്ച് മുന്നേറാം. സെറ്റിന്റെ ക്ലാസ്സുകൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ ബൈ.